അഞ്ചൽ കൊലക്കേസിലെ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. രഞ്ജിനിയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് രാജേഷ് എന്ന മുഖ്യപ്രതി ദിബിൽ കുമാറിന്റെ വെളിപ്പെടുത്തൽ. കൃത്യം നടത്തിയ ശേഷം 2 വർഷം പ്രതികൾ ഇന്ത്യ മുഴുവൻ കറങ്ങി. 2008 പുതുച്ചേരിയിൽ വ്യാജവിലാസത്തിൽ താമസം ആരംഭിച്ചെന്നും മൊഴിയുണ്ട്. വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, നമ്മളെയൊക്കെ നടുക്കുന്ന ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ അഞ്ചൽ കൊലക്കേസിലെ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഏവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അഞ്ചൽ കൊലക്കേസ്. രഞ്ജിനിയെയും 2 ഇരട്ടക്കുട്ടികളായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളെയുമാണ് അന്ന് കൊലപ്പെടുത്തിയത്. അതിനുശേഷം 18 വർഷങ്ങൾക്കിപ്പോഴാണ് പ്രതികൾ പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം അവരെ കൊച്ചിയിലെ കോടതിയിലെത്തിച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ പ്രതികളുടെ വിശദാംശങ്ങൾ, മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഈ 1-ാം പ്രതി ദിബിൽ കുമാർ പറയുന്നത് രാജേഷാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്താം എന്ന നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് എത്തിയത് രാജേഷ് ആയിരുന്നു എന്നതാണ് ദിബിലിന്റെ മൊഴി. അതോടൊപ്പം ഈ കൊല നടത്തിയതും രാജേഷ് ആയിരുന്നു എന്നാണ് പറയുന്നത്. തന്ത്രപൂർവം ഈ കുടുംബവുമായി രാജേഷ് ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്തിരുന്നത്. അതോടൊപ്പം ഇവരെ, ഈ രഞ്ജിനിയെയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെയും വാടക വീട്ടിലേക്ക് മാറ്റിയതിന് പിന്നിലും വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇത് കൊലപ്പെടുത്താം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് ദിബിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദിബിൽ ഈ കേസിലെ 1-ാം പ്രതിയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ദിബിൽ, രഞ്ജിനി ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഈ ദിബിൽ നിന്നാണ് രഞ്ജിനി ഗർഭം ധരിക്കുന്നത്. 2 പെൺകുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ 2 പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇതിൻ്റെ പിതൃത്വം, കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി ദിബിലിനോട് പറയുന്നു. പക്ഷേ ദിബിൽ അത് കേൾക്കുന്നില്ല. രണ്ടുപേരും സൈനിക ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത്, ദിബിലും അതോടൊപ്പം തന്നെ രാജേഷും. ദിബിൽ അവിടെ നിൽക്കുമ്പോൾ രാജേഷ് ഇവിടെ എത്തി കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തി കൊലപാതകം നടത്തി എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും 2 പേരുടെയും കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ് ഇതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടായ ശേഷം, ഈ കൃത്യം നടത്തിയ ശേഷം ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ പോയി 2 വർഷം ഇന്ത്യയെമ്പാടും ഇവർ കറങ്ങി. അതിനുശേഷം 2008 പുതുച്ചേരിയിൽ എത്തി മറ്റൊരു പേരിൽ, മറ്റൊരു വിലാസത്തിലൊക്കെ അവിടെ താമസം ആരംഭിച്ചു. അവിടെ മറ്റൊരു കുടുംബജീവിതം നയിച്ചവർ മുന്നോട്ട് പോവുകയായിരുന്നു. CBIയുടെ അടക്കം സംസ്ഥാന പോലീസിൻ്റെ കൂടി വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തന്ത്രപരമായ ഒരു ഓപ്പറേഷനാണ് CBI 18 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രതികളെ പിടികൂടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ കൃത്യമായിട്ടുള്ള വിവരശേഖരണം ആണ് ഇതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇവരുടെ 2 ഫോട്ടോ മാത്രമാണ് ഉണ്ടായത്. അതും പഴയകാല ഫോട്ടോയാണ്. പക്ഷേ അത് എൻലാർജ് ചെയ്ത് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത കാര്യങ്ങൾ അവർ ഇപ്പോഴെങ്ങനെയായിരിക്കുമെന്ന നിലയിൽ കാര്യങ്ങളിലേക്ക് കണ്ടെത്തി. ഇതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വഴി അവരുടെ ചില ഫോട്ടോകൾ പരതി അത് വച്ച് സാമ്യം നടത്തി. തുടർന്നാണ് ഇങ്ങനെ ഒരു 18 വർഷങ്ങൾക്കിപ്പുറം ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ആ അറസ്റ്റിലേക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത്.